CMRL മുഖ്യമന്ത്രി വഴിവിട്ട സഹായങ്ങൾ ഒരുക്കിയെന്ന് മാത്യു കുഴൽനാടൻ MLA. കമ്പനിക്ക് കൊള്ള ലാഭമുണ്ടാക്കാൻ പിണറായി അവസരം ഒരുക്കിയായിരുന്നു. കമ്പനി നഷ്ടത്തിലാണെന്നും ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ തേടിയും 2017 മുഖ്യമന്ത്രിക്ക് CMRL നിവേദനം സമർപ്പിച്ചിരുന്നുവെന്നും മാത്യു കുഴൽനാടൻ വ്യക്തമാക്കി. കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം തടയാനെന്ന പേരിൽ തോട്ടപ്പള്ളിയിൽ നടന്ന ഖനനം CMRLനെ സഹായിക്കാൻ മുഖ്യമന്ത്രി ആസൂത്രണം ചെയ്തതെന്നാണ് മാത്യു കുഴൽനാടന്റെ ആരോപണം. കമ്പനി നഷ്ടത്തിലാണെന്നും ഇൽമനൈറ്റ് ലഭ്യമാക്കാൻ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ തേടിയും 2017 മുഖ്യമന്ത്രിക്ക് CMRL നിവേദനം സമർപ്പിച്ചതായി കുഴൽനാടൻ പറഞ്ഞു. 2017 75 കോടിയുടെ നഷ്ടക്കണക്ക് നിരത്തിയ CMRL മുഖ്യമന്ത്രിയുടെ ഇടപെടലിൽ 4 വർഷത്തിനിടെ 56 കോടി രൂപയുടെ ലാഭത്തിലെത്തിയെന്നും കുഴൽനാടൻ ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെ ഇൽമിനേറ്റ് അവൈലബിൾ അല്ലാത്തപ്പോൾ മൊസാംബിക്കിൽ നിന്നും ജപ്പാനിൽ നിന്നും UAE നിന്നും അതുപോലെ തന്നെ ചൈനയിൽ നിന്നും ഇൽമിനേറ്റ് ഇമ്പോർട്ട് ചെയ്ത് വർക്ക് ചെയ്തിരുന്ന കമ്പനിക്ക് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇത് അവൈലബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും ഖനനമല്ലാത്ത നിരക്കിൽ കേവലം മണ്ണ് നീക്കം ചെയ്യൽ എന്ന പേരിൽ ഇത്രമാത്രം ലക്ഷക്കണക്കിന് ടൺ മണ്ണ് ഈ ഇടപാടിൽ ഈ സംസ്ഥാനത്തിന് നഷ്ടമാക്കിയത് കോടാനുകോടി thousands of crores of rupees. കുട്ടനാട് വെള്ളപ്പൊക്കത്തിന്റെ പേരിൽ തോട്ടപ്പള്ളിയിലെ മണൽ നീക്കം ചെയ്തതിലൂടെ സർക്കാരിന് കോടികളുടെ നഷ്ടമുണ്ടായി. ഇതിന്റെ ലാഭം കൊയ്തത് CMRL ആണെന്നും അതിന്റെ പ്രതിഫലമാണ് എക്സാലോജിക്കിന് ലഭിച്ചതെന്നും കുഴൽനാടൻ ആരോപിച്ചു. ക്യൂബിക് മീറ്ററിന് 464 രൂപ എന്ന നിരക്കിലാണ് കരിമണൽ വിതരണം ചെയ്തത്. ഇതിലൂടെ CMRL വലിയ ലാഭമുണ്ടാക്കി. 2017 ഉണ്ടായിരുന്നതിനേക്കാൾ 39% വളർച്ച, ഒരു കോടി ലാഭം പറഞ്ഞതിൽ നിന്നും 2019 ആകുമ്പോൾ 51% വളർച്ച CMRL രേഖപ്പെടുത്തുകയാണ്. 51% വളർച്ച CMRLന്റെ ലാഭത്തിൽ ഉണ്ടായതായി ഔദ്യോഗിക കണക്ക്. അനൗദ്യോഗിക കണക്കുകളോടെ നിൽക്കട്ടെ. 2020 മാർച്ച് ആവുമ്പോൾ ലാഭത്തിൽ 70% വളർച്ച ഉണ്ടായതായിട്ട് പറയാം. 70%. 2019 നിന്നും 2020 എത്തുമ്പോൾ 70% വളർച്ച CMRL ഉണ്ടായി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. 2018 ഒക്ടോബർ 27 ജില്ലാ ദുരന്ത നിവാരണ സമിതി അധ്യക്ഷൻ എന്ന നിലയിൽ ആലപ്പുഴ ജില്ലാ കളക്ടർ ഇറക്കിയ ഉത്തരവിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. ആലപ്പുഴ ജില്ലാ കളക്ടറാണ് ഉത്തരവിറക്കുന്നത്. കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിനുള്ള നടപടിയെന്ന നിലയിലാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടത്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലെടുത്ത തീരുമാനമെന്നാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞതെന്നും കുഴൽനാടൻ വ്യക്തമാക്കി. ജനം, കൊച്ചി.